നമ്മൾ ഈ മലയാളികൾ വലിയ ഫുട്ബോൾ ഭ്രാന്തന്മാരാണ്, പ്രേമികളെന്ന് ഞാൻ പറയുന്നില്ല. അർജൻറ്റീന, ബ്രസീൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് വലിയ തോട്ടിലൊക്കെ മെസ്സിയുടെയൊക്കെ പടം ഇട്ട് വെച്ച് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അർജൻറ്റീനയുടെ കുപ്പായിട്ട് നടക്കുന്നു. അർജൻറ്റീനയെക്കുറിച്ച് പറയുമ്പോൾ മറ്റേ ബൊളീവിയൻ കാടുകളിൽ പോരാടിയ ചെഗുവേരയുടെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ സഖാക്കളൊക്കെ ആവേശം കൊള്ളുന്നത്. അർജൻറ്റീന ജയിച്ചു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു എന്ന തരത്തിലൊക്കെയാണ് ആവേശം എക്കാലത്തും കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ദാ കോപ്പ അമേരിക്ക അർജൻറ്റീന ജയിച്ചു, കേരളത്തിലൊരു ആഘോഷമില്ല. എന്നിട്ട് മാത്രമല്ല, നമ്മുടെ പരിക്കേറ്റ് പാവം മെസ്സി പുറത്തായി, കേരളത്തിൽ ആരും കരഞ്ഞില്ല. ഇല്ല, ഒരു വലിയ രാഷ്ട്രീയമായ ഒരു മാറ്റം ഉണ്ടായതുപോലെ വരുന്നു. അപ്പോൾ അതിനുള്ള കാരണം എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല, സാറ് പറഞ്ഞിട്ട് പ്രേക്ഷകർ അറിഞ്ഞാൽ മതി. അതെന്താന്ന് വെച്ചാൽ അർജന്റീന കഴിഞ്ഞ ദിവസം 12-ാം തീയതി അവർ ലാറ്റിൻ അമേരിക്കയിലെ ആദ്യത്തെ രാജ്യമായി. എന്ത് കാര്യത്തിൽ? ഈ ഹമാസിന്, തീവ്രവാദി സംഘടനയാണ്, ഹമാസുമായിട്ട് ഒരു ബന്ധവുമില്ല, അതുമായിട്ടൊരു പരിപാടിയില്ല എന്ന് ഡിക്ലെയർ ചെയ്തു. അവർ ഹമാസിനെ ഭീകര സംഘടനയായിട്ട് വിശേഷിപ്പിക്കുന്ന ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം അർജന്റീന മാറി. സഖാക്കൾ പറയുന്നതാണ്, ഇത് ഞങ്ങളുടെ അർജന്റീനയല്ല, ഞങ്ങളുടെ അർജന്റീന ഇങ്ങനെയല്ല. ലാറ്റിൻ അമേരിക്ക നേരത്തെ പറയുന്നത് പോലെ ഈ ക്യൂബ, അർജന്റീന, ബൊളീവിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇടതുപക്ഷ കോട്ടകൾ നിൽക്കുന്ന സ്ഥലം. നമ്മുടെ ഏറ്റവും വലിയ മലയാളി ചെറുകഥാകൃത്തുണ്ടല്ലോ, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ്, അങ്ങേരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. പിന്നെ ഈ ചെഗുവേര, ക്യൂബയുടെ കാസ്ട്രോ, ഇങ്ങനെ കുറേ ആളുകൾ, ഇങ്ങനെ ധാരാളം ദൈവങ്ങൾ, നെരൂദ, അതെ, ഇങ്ങനെ കുറേ ഈ തെരുവുകളിലെ രക്തം കാണും. അതെ, നെരൂദയാണ് ട്രോട്സ്കിയെ ഒറ്റിയത് എന്ന് പറഞ്ഞൊരു കഥയൊക്കെ ഉണ്ട്. അത് ഒരുപാട് വിശ്വസിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും പറയില്ല അവര്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേ ഹാവിയർ പെരസ് വീണ്ടും അവിടെ കമ്മ്യൂണിസത്തിന് തിരിച്ചു കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ വെനസ്വേലയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇവര്, ഈ അർജന്റീനയുടെ പ്രസിഡന്റ് ഹവിയർ മിലേയ് ജൂലൈ 12-ാം തീയതി ഒരു പ്രസ്താവന ഇറക്കിയതിൽ നിന്ന് പല പുതിയ വിവരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തത്. കാരണം ഈ മാർക്സിസമാണല്ലോ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങേര് പറഞ്ഞു ഒക്ടോബർ 7-ാം തീയതിയിൽ നടന്ന ആക്രമണം ഉണ്ടല്ലോ, അതായത് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ 1500-ഓളം ആളുകളെ, കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടക്കൊല ചെയ്ത, കൂട്ടക്കുരുതി നടത്തിയ ദിവസം. ആ കൂട്ടക്കുരുതിയിൽ 7 അർജന്റീനക്കാർ കൊല്ലപ്പെട്ടിരുന്നു. 15 അർജന്റീനക്കാരെ ബന്ദികളായിട്ട് പിടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും തടവിലായിരിക്കും. പിന്നെന്തിനാണ് അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്? മാത്രമല്ല, ഇതിന് ഇറാനാണ് പണം കൊടുക്കുന്നത്. ഇറാനുമായിട്ട് ഭയങ്കര ബന്ധമാണ് ഹമാസിനുള്ളത്. ഇറാൻ അർജന്റീനയിൽ 90-കളിൽ 2 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഭീകരാക്രമണങ്ങൾ. അതിന് ഉത്തരവാദി ഇറാനാണ്. അതുകൊണ്ട് അർജന്റീന മസ്റ്റ് വൺസ് അഗെയിൻ അലൈൻ ഇറ്റ്സെൽഫ് വിത്ത് വെസ്റ്റേൺ സിവിലൈസേഷൻ. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പാശ്ചാത്യ നാഗരികതയുമായിട്ട്, സിവിലൈസേഷൻ എന്നുള്ള വാക്കാണ് വന്നു, ആ നാഗരികതയുമായിട്ട് എന്ന് പറഞ്ഞാൽ ആ സംസ്കൃതിയുമായിട്ട്. അതായത് മറ്റത് സിവിലൈസ്ഡ് അല്ല, പരിഷ്കൃതം, കാടത്തം, ഈ കാട്ടറബി എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയായിപ്പോയി. എന്നിട്ട് ഈ അദ്ദേഹം പറഞ്ഞു, ഭീകരരായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാനാകുള്ളൂ, അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീന ഒറ്റപ്പെട്ട ഒരു ശബ്ദമായിട്ട് മാറി. കാരണം അവിടുത്തെ ഇടത് സർക്കാരുകൾ, കൊളംബിയ, ചിലി, ബൊളീവിയ, ഈ രാജ്യങ്ങളൊക്കെ ഈ ഇസ്രയേലുമായിട്ടുള്ള ബന്ധം ഈ ഗാസ ആക്രമണത്തിന് ശേഷം വിച്ഛേദിച്ച രാജ്യങ്ങളാണ്. പക്ഷെ അർജന്റീനയ്ക്ക് അതിൽ ആളുകളെ നഷ്ടപ്പെട്ടു, ബന്ദികൾ ഇപ്പോഴും നിൽക്കുന്നു. അർജന്റീന എന്തിനാണ് ഈ കൊളംബിയ, ചിലി എന്ന് ബൊളീവിയ തുടങ്ങിയ ദരിദ്ര രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എന്ന് അവരിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇത് ബ്യൂണസ് ഐറിസിലെ AMIA ജൂത കേന്ദ്രം, ജൂയിഷ് സെൻറ്റർ,
ഒരു ജൂയിഷ് സെൻറ്റർ അർജൻറ്റീന തലസ്ഥാനമായിട്ടുള്ള ബ്യൂണസ് ഐറിസിൽ ഉള്ളത്. അതിലാണ് ഈ ഹോളോകോസ്റ്റിന് ശേഷം നടന്ന ഏറ്റവും വലിയ ജൂതവിരുദ്ധ ആക്രമണം നടന്നത്. 1994 നടത്തിയത് ഇറാൻ. അതായത് ഹിറ്റ്ലർ നടത്തിയ ഹോളോകോസ്റ്റ് ഗ്യാസ് ചേമ്പറിലൊക്കെ കയറ്റി ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നതിന് ശേഷം അതുപോലൊരു ജൂത കൂട്ടക്കൊല ഉണ്ടായത് ബ്യൂണസ് ഐറിസിൽ, അർജന്റീനയുടെ തലസ്ഥാനത്ത് ജൂയിഷ് സെന്ററിൽ. നമ്മൾ മുംബൈയിൽ ആ സ്ഫോടനം നടന്ന കാലത്തും ജൂയിഷ് സെന്റർ ആക്രമിച്ചില്ല. ഇത് ഇവര് ചെയ്യും എപ്പോഴും. അവിടെ ഒരു ജൂത കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടെയും ആക്രമിക്കും. ബോംബ് ചെയ്തു ഇവര്. പിന്നെ അതുപോലെ തന്നെ അർജന്റീനയിലെ ഈ ബ്യൂണസ് ഐറിസിൽ തന്നെ ഇസ്രയേൽ എംബസി, അതും ഇറാൻ ബോംബ് ചെയ്തു 2 കൊല്ലത്തിന് മുമ്പ്. അപ്പോൾ ഇത് രണ്ടും ഇറാനും ഇറാൻ്റെ ലെബനനിലെ പ്രോക്സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ കൂലിപ്പട്ടാളം എന്ന് പറയാം, ഹെസ്ബുള്ളയും കൂടി, ഇറാനും ഹെസ്ബുള്ളയും കൂടി ചെയ്തതായിരുന്നു ഈ 2 ബോംബിങ്ങും. ഇന്ന് ഈ വിദഗ്ധർ ഇപ്പോൾ അർജൻറ്റീനയിൽ നിലപാടെടുക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദത്തിൻ്റെ ഇരയാണ് അർജന്റീന 90-കൾ മുതൽ. ആ വാസ്തവം ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ എന്തുകൊണ്ട് അർജന്റീന ഇത്രയും കാലം വൈകി എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. കാരണം ഒക്ടോബർ 7 ആക്രമണം നടന്നിട്ട് ഇപ്പോൾ ഈ കോപ്പ അമേരിക്കയൊക്കെ നടക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 1992 ഇസ്രയേലി എംബസി ബോംബ് ചെയ്തത്. അതിൽ 29 പേര് ജൂതന്മാർ കൊല്ലപ്പെട്ടു, 242 പേർക്ക് പരിക്ക് പറ്റി. ആ പരിക്ക് പറ്റിയവരൊക്കെ ഇപ്പോഴും പല നിലയിലായിരിക്കുമല്ലോ. 1994 ജൂയിഷ് സെൻറ്ററിൽ 85 ജൂതന്മാർ കൊല്ലപ്പെട്ടു. അതാണ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. 300 പേർക്ക് പരിക്കേറ്റു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ജൂയിഷ് സെൻറ്റർ ആക്രമണം ജൂലൈ 18 അതിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. 18 അതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ അർജന്റീന നിലപാട് മാറ്റിയത്. ജൂതന്മാരുടെ കൂടെയാണല്ലോ നിൽക്കേണ്ടത്. സ്വന്തം മണ്ണിൽ ജൂതന്മാരെ ആക്രമിക്കപ്പെട്ടതാണ് അർജന്റീന. അതെ, അപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് സാറേ, നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ എല്ലാവരും പറയും ഫുട്ബോളിന് അല്ലെ സ്പോർട്സിന് കലയ്ക്ക് ജാതിയും മതവും ഇല്ല എന്ന് പറയും. അങ്ങനെയാണല്ലോ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ അർജന്റീന ഒരു വലിയ വിജയം നേടിയാൽ കേരളത്തിൽ അർജന്റീനയുടെ ഫാൻസ്, മെസ്സിയുടെ ആരാധകർ ഇളകി മറിയേണ്ടതായിരുന്നു. ഒരനക്കവും ഇല്ല. സോഷ്യൽ മീഡിയ പോലും അർജന്റീനയുടെ വിജയത്തിൽ ആഹ്ലാദിച്ചൊരു പോസ്റ്റ് ഇല്ല, ഒന്നും കണ്ടില്ല. നിറയേണ്ടതല്ലേ? അതെ, മെസ്സിയുടെ ചിത്രം. ഞങ്ങളുടെ അർജന്റീന ഇതെൻ്റെ മറ്റേ സിനിമയിൽ പറഞ്ഞു ഇതെൻ്റെ ഗർഭമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന പോലെ ഇതെൻ്റെ അർജന്റീനയല്ല, എൻ്റെ അർജന്റീന ഇങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കലയും കായിക വിനോദങ്ങളും ഒക്കെ ആഘോഷിക്കപ്പെടുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് മതം നോക്കിയിട്ടാണ് എന്നതിൻ്റെ ഏറ്റവും നേരത്തെ പറഞ്ഞ ഈ പണ്ഡിതവാക്യം ഉണ്ടല്ലോ, ഫുട്ബോൾ കേരളത്തിന്റെ മതമാണെന്ന് പറയുന്നത്, അത് അങ്ങനെ ആയിരുന്നു. മതമായിരുന്നു, അല്ലേ? ഫുട്ബോൾ കേരളത്തിൻ്റെ മതമായിരുന്നു. പക്ഷേ ഹെൻറി ഫോർഡ് മറ്റേ കാർ ഇറക്കിയപ്പെടുത്തിയ ആദ്യത്തെ കാറിൻ്റെ പേര് മോഡൽ ടി എന്നായിരുന്നു. സാറ് കേട്ടിട്ടുണ്ടാവും. മോഡൽ ടിയുടെ പരസ്യം അന്നത്തെ പത്രത്തിൽ വരുമായിരുന്നു. കാറിൻ്റെ പടം കൊടുത്തിട്ട് മോഡൽ ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ കിട്ടും, എന്നിട്ട് താഴെ ബ്രാക്കറ്റിൽ ആ നിറം കറുപ്പായിരിക്കണം എന്ന് പറഞ്ഞ പോലെ ഫുട്ബോൾ കേരളത്തിൻ്റെ മതമാണ്. ആ മതം എന്ന് പറയുന്നത് ഈ മതമായിരിക്കണം. അങ്ങനെ വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം മെസ്സി ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ബാഡ് ബോയ്സ് 4. ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സീരീസിൽ 4ാമത്തെ. അതിനെപ്പറ്റിയും ഞാൻ എന്താണ് ഇത് മലയാളത്തിൽ ഇപ്പം മനോരമയുടെ ഒക്കെ സിനിമാ പേജിൽ വലിയൊരു സാധനമായിട്ട് വരേണ്ടതല്ലേ? വന്നില്ല. മെസ്സി സിനിമയിൽ വലിയ റോളിൽ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട റോളില്ല. ഇതിൻ്റെ ഒരു പ്രൊമോ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം 2 മാസമായി. മെസ്സിക്ക് ശരിക്കും ഇംഗ്ലീഷൊന്നും അറിയില്ല, പക്ഷെ യു ആർ ബാഡ് ബോയ്സ് എന്ന് പറയുന്നൊരു പ്രൊമോ വന്നിരുന്നു. അത് ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അപ്പോൾ അങ്ങനൊരു സിനിമാ നടനാകുന്നു മെസ്സി എന്നുള്ളതും ഒക്കെ സാധാരണഗതിയിൽ ഫുട്ബോൾ മതമായ കേരളത്തിൽ 1ാം പേജിൽ വരണ്ടല്ലേ? അതെ, അത് വന്നില്ല. കേരളത്തിൽ ഇനി അർജന്റീന ഇല്ല സാർ, മെസ്സിയും ഇല്ല, ഓൺലി ബ്രസീൽ. അതാണ്. ഇപ്പോൾ നാളെ ബ്രസീലും ഇങ്ങനൊരു പ്രമേയമെല്ലാം പാസ്സാക്കി തീരുമാനം എടുത്താൽ കേരളത്തിന് ഫുട്ബോളേ ഇല്ല.
നമ്മളിവിടെ ഫുട്ബോൾ എന്തോ ഒരു നൈജീരിയ സുഡാനി ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ നല്ല ജോറായിട്ട് ചെറിയ സിനിമകളൊക്കെ ഏൽപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ ഇനി നീലയും വെള്ളയും വരകളുള്ള ഉടുപ്പുകൾ അതാണല്ലോ അല്ലേ അർജന്റീനയുടെ? അതെ അതെ, ആ നീലയും. അത് കേരളത്തിൽ ഇനി വിൽക്കാൻ പോകുന്നില്ല. അതും നടക്കില്ല. അത് ഇടുന്നവനെ ചിലപ്പോൾ ഓടിച്ചിട്ട് തല്ലും. അതുപോലെ ഇനി ഹിഗ്വിറ്റ എന്ന് പറഞ്ഞ ചെറുകഥ ഇനി ആരും വായിക്കില്ല എന്ന് തീരുമാനിച്ചാലോ? എൻ്റെ സ്മാധവൻ പിൻവലിക്കുമോ? അതാ അതെ, അദ്ദേഹം നേരത്തെ അത് ഒരു സിനിമ പേരിൽ വന്നപ്പോൾ ബഹളമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഹിഗ്വിറ്റ എന്നുള്ളത് ഒരു കഥ, ശരിക്കും ഫുട്ബോൾ കളിക്കാരൻ, ആ പേര് ആർക്കും എടുക്കാമായിരുന്നു. ഫുട്ബോൾ കളിക്കാരനായ പള്ളിയിലച്ഛനാ അല്ലേ? അതെ അതെ, നല്ല മനോഹരമായ കഥയാണ്. അതെ, അതിനകത്ത് വേറൊരു കഥ കൂടെ ഉണ്ട്, ഓർക്കുന്നുണ്ട്? നാലാം ലോകം. അതൊന്നും ഓർക്കുന്നുണ്ട്. അതായത് സ്പേസിലേക്ക് ഒരു മലയാളിയെ ഉൾപ്പെടെ സ്പേസിലേക്ക് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ ഇന്ത്യയുടെ മുകളിലൂടെ മറ്റേ സ്പേസ് ഷട്ടിൽ പോകുമ്പോൾ കേരളം കണ്ണൂരിനെ കുറിച്ച് ഓർക്കുന്നു, AKG ഒക്കെ ഓർക്കുന്നു. അങ്ങനെ വിപ്ലവ രാജ്യത്തിൽ നിന്ന് പോയ വിപ്ലവകാരി ആത്മഹർഷം കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സോവിയറ്റ് യൂണിയൻ വിഘടിച്ചു പോയി. ഈ മലയാളി സഖാവിനെ ആര് താഴത്തോട്ട് കൊണ്ടുവരും? അങ്ങനെയല്ലേ കഥ? വിലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നല്ല കഥകൾ ആ കാലത്തൊക്കെ എഴുതി. അതെ അതെ, ഏതായാലും നമുക്ക്. പക്ഷെ അദ്ദേഹത്തിനെ പറ്റി ഷൂബ എന്ന് പറഞ്ഞൊരാൾ അക്കാലത്ത് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരു മുസ്ലിം സഹോദരനാണ് അദ്ദേഹം. അന്ന് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധവന്റെ കഥകളിലെ വില്ലന്മാരും മുസ്ലിങ്ങളാണ്, അത് ശരിയായില്ല എന്നൊരു ആരോപണം ഇദ്ദേഹം ലേഖനം എഴുതിയിരുന്നു. അത് വലിയൊരു അടിയായിരുന്നു. അതെ അതെ. പിന്നെ ശോഭ എന്നുള്ള പേര് ഞാൻ എൻ്റെ പട്ടിക്കിടുന്നൊക്കെ പറഞ്ഞ് മാധവൻ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അങ്ങേര് ഈ അയോധ്യ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ശക്തമായ ഒരു കഥയുണ്ട്, തിരുത്തുണ്ട്. അതേതാണ്ട് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഗതിയായിരുന്നു. കാരണം അദ്ദേഹം പള്ളി പൊളിച്ചു എന്ന് ചുല്യാട്ട് പത്രാധിപർ എഴുതുന്നില്ല, ഈ താഴികക്കുടങ്ങൾ. ഒരു മുസ്ലിം പെൺകുട്ടി പേടിച്ച് ആ തലക്കെട്ട് അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് പത്രാധിപർ വന്നിട്ട് വെട്ടിക്കളയുന്നു അല്ലേ? അതെ അതെ, വായിച്ചു. വളരെ ശക്തമായൊരു കഥയാണ്. അതെ. പിന്നെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി മരിച്ച ശേഷമുള്ള അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ NS മാധവനിലേക്ക് പോയി. തിരിച്ചു വരാം, വണ്ടി തിരിച്ചുപിടി. അപ്പോൾ ഇനി കേരളം ഇനി അല്ല, അദ്ദേഹമാണ് ഇവിടുത്തെ ഫുട്ബോൾ എഴുത്തുകാരൻ. അതുകൊണ്ട് പറഞ്ഞ അദ്ദേഹവും ഇനി പക്ഷേ അദ്ദേഹത്തിന് ചില പത്രങ്ങൾ ഫുട്ബോൾ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പണം മുടക്കി അയച്ച് ഇതൊക്കെ എഴുതിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിലയ്ക്കും. അർജന്റീന എന്ന വാക്ക് മിണ്ടരുത്. അർജന്റീനയെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. പോളണ്ടിനെ പോലെ തന്നെ. അതെ.